ലിഫ്റ്റ് ഇറങ്ങി അവിടെ നിന്നൊരു ലൈവ് ആക്ഷൻ നടക്കുന്നുണ്ട്. ഹിന്ദി സിനിമ ഫിലിം. അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നു. അവിടെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട്. നല്ലൊരു മനോഹരമായ ഡാൻസ് ഒരു 5 മിനിറ്റ് കണ്ടു നിന്നു. തിരിച്ച് വന്ന വഴി ഇതിലേക്കാണല്ലോ വന്നതല്ലേ. താഴേക്ക് പോയിട്ടു. ഇവിടുന്ന് പോരുന്നോ? വാ, ടർഫല്ലേ അവിടെ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു സിന്തറ്റിക് ടർഫ് കണ്ടു. ഇല്ലാമോ അല്ലേ? മനോ ഇവിടുന്ന് ഇറങ്ങി നോക്കല്ലേ? ആയിക്കോട്ടെ. സമയത്തൊക്കെ നമ്മൾ നോ ടെൻഷൻ. അത് വേണ്ടതേ. 10 മണിയായല്ലോ. സമയം നോക്കട്ടെ. നാളെ ഉണ്ടാവില്ല, നാളെ രാത്രികളും ഉണ്ടാവില്ല. ഇത് കൊള്ളാം. ആൾക്കാരിങ്ങനെ കാറ്റിക്കൊണ്ട് കുടുംബമായിട്ട് വന്നിരിക്കുന്നു. ഞങ്ങൾക്കിതൊക്കെ നമ്മളെ സംബന്ധിച്ചതൊക്കെ ഒരു പുതുമയുള്ള അനുഭവങ്ങളല്ലേ. മനോ ഇത് കൊള്ളാലോ. KL ടവറിൻ്റെ മുകളിൽ കയറി താഴെ ഇറങ്ങി. അതിനുശേഷം തിരിച്ച് താഴെ വന്നപ്പോൾ ഇവിടെ നല്ലൊരു മനോഹരമായ സ്ഥലം. ഒരു സിന്തറ്റിക് ട്രാക്ക് പോലെ സിന്തറ്റിക് ആയിട്ടിങ്ങനെ സിന്തറ്റിക് പുൽത്തകടിയുണ്ട്. അപ്പോൾ നടക്കാൻ തോന്നി. എല്ലാവരും കൂടെയുണ്ട്. മുകളിലാണെങ്കിൽ ഇങ്ങനെ പൂർണ്ണചന്ദ്രൻ എന്ന് പറയില്ല, അക്ഷയചന്ദ്രൻ വിരാജിച്ച് നിൽക്കുന്നു. തലയ്ക്ക് മുകളിൽ KL ടവർ. എന്താ സീനെന്നറിയോ? അത് ഭയങ്കര വ്യൂ ആണ്. കാണിച്ചുതരാം. ഇതൊരു അസാധ്യ വ്യൂ ആട്ടോ. ഇത് നമ്മൾ പകൽ വന്നാൽ ഇത് കിട്ടില്ല അല്ലേ? സമ്മൺ കോളിങ് ഇതിനിടയ്ക്ക്. അതെ, ഇതിൻ്റെ രാത്രി കാഴ്ച തന്നെയാണ് എൻജോയ് ചെയ്യേണ്ടത്. അതെ തീർച്ചയായിട്ടും. അതിമനോഹരം. ഇതൊന്ന് കാണും. ഇത് കണ്ടില്ലേ പിന്നെ എന്ത് കാണാനാണ് നമ്മൾ വന്നത്? നോക്കൂ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിന്തറ്റിക് ട്രാക്ക് പോലെ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു പുൽത്തകടി. ഇതാണ് പെട്രോണാസ് ടവർ. നോക്കൂ, മുകളിലേക്ക് വന്നാലോ? നോക്കൂ, ഇതാണ് നമ്മളിതാ അവിടെയാണ് കുറച്ച് മുമ്പ് നിന്നത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ മുകളിലാണ് കുറച്ച് മുമ്പ് നിന്നത്. ഇനി അങ്ങോട്ട് വേറെ രസം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒന്ന് തിരിഞ്ഞാൽ ഇവിടെ ഒരു നമ്മുടെ കണ്ടോ, അദ്ദേഹം അവിടെയുണ്ട്. ചന്ദ്രനും അവിടെയുണ്ട്. സാക്ഷാൽ ചന്ദ്രസേനും അവിടെയുണ്ട്. എന്താ സീനല്ലേ. മനോഹരമായ കാഴ്ച തന്നെ. തിരിഞ്ഞ് നടക്കാം. നമ്മുടെ ടീമെല്ലാം അവിടെ ഇരിപ്പുണ്ട്. എന്ത് രസമാണെന്ന് നോക്കിയേ.
എൽ ടവറിൻ്റെ അവസാനത്തെ എന്താ പറയുന്നത് വിടവാങ്ങൽ ചടങ്ങും ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇവിടുന്ന് ഞാൻ പറഞ്ഞതുപോലെ 2 കിലോമീറ്റർ നടക്കാറുണ്ട്. കയ്യിൽ പണമില്ല എന്നുള്ളതുകൊണ്ട് നടക്കാതെ ഒരു മാർഗവുമില്ല. അപ്പോൾ വഴി കണ്ടെത്തി അങ്ങ് പോവാം, അതേ മാർഗമുള്ളൂ. കൈ പൈസ മീൻസ് ഇവിടെ എന്താ പറയുക കാർഡ് എടുക്കലാണ്. ഇത് കാറിൽ നിന്നും അവർക്ക് പേപ്പർ മണി തന്നെ വേണമെന്നുള്ള വിഷയം അത് ഉണ്ട്. പക്ഷേ ബാഗിൽ ക്ലിനിക്കിലായല്ലോ, ക്ലിനിക്കല്ല വീട്ടിൽ റൂമിലായിപ്പോയി. ഈ ക്ലിനിക്കും വീടുമല്ലേ നമ്മുടെ വായു എപ്പോഴും വരുള്ളൂ, കാരണം അതാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട്. അതാണെങ്കിലും ഇനി നടക്കുക തന്നെ. മൊബൈലാണെങ്കിൽ ആകെ 10% ബാറ്ററി ഉള്ളൂ. അപ്പോൾ ഇനി അതും കണക്കാവും. എന്നാലും ഒരു മറക്കാത്ത ദിവസമായിരുന്നു കേട്ടോ ഇൻ ഓൾ ആസ്പെക്ട്സ്. ഇവിടെ വന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ KL ടവറിൻ്റെ നൈറ്റ് വിസിറ്റ് അല്ലെങ്കിൽ അത് നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമായിരുന്നില്ല. പക്ഷേ അത് മനോജിൻ്റെ ഒരു വിഷനാണ്. മനോജും നിയോൺ മോനും മോനാണ് കൂടുതൽ പറഞ്ഞത് അത് രാത്രി കാണുന്നത്. അതാണെങ്കിലും അത് നല്ലൊരു അനുഭവമായി, മറക്കാനാവാത്ത അനുഭവമായി. അല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ റൂമിൽ കിടന്ന് ഉറങ്ങിയാൽ അത് കാര്യമില്ലല്ലോ. വല്ലപ്പോഴേക്കൂടെ വരുള്ളപ്പോൾ ഇടപെടുന്നല്ല ജൈവത്തിന് ഇതിലെ വരണമെന്നില്ല, ഒരിക്കലും ഇതിലെ വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ ഒരു കാറ് വരുന്നുള്ളതുകൊണ്ട് സൈഡാക്കി പോവാം. ഇതാണെങ്കിൽ നല്ല ദിവസം, നല്ല അനുഭവം. ഇപ്പോൾ മലേഷ്യയിൽ കുലാലംപൂരിലെ സമയം രാത്രി 10:30 ഈ നഗരത്തിൻ്റെ ഇടവഴികളിലൂടെ നടപ്പ് വഴികളിലൂടെ ഞങ്ങൾ 5-6 പേര് ഇങ്ങനെ നടക്കുക. ഇനിയുണ്ട് ഏകദേശം 1 കിലോമീറ്റർ കൂടെ റൂമിലേക്ക് കേട്ടോ. അപ്പോൾ ഈ അർദ്ധരാത്രിയും അല്ലെങ്കിൽ അർദ്ധരാത്രി എടുക്കുന്ന സമയത്തും വളരെ സേഫായിട്ട് ഞങ്ങളിങ്ങനെ നടക്കുക. ഇവിടെ ഒരു ട്രാഫിക് ജംഗ്ഷനാണ് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മൾ എല്ലായിടത്തും യൂറോപ്പിലും അല്ലെങ്കിൽ പിണറായി കാണുമ്പോൾ തന്നെ ഒരു സിസ്റ്റമാറ്റിക് അതാണ് ആക്സോൺ. അവിടെയാണ് നമുക്ക് എത്തേണ്ടത് കേട്ടോ. നമ്മുടെ റൂം അവിടെ എത്തേണ്ടത് നമുക്ക്. ഇവിടെയാണ് നമുക്ക് എത്തേണ്ടത്. ആക്സോണിലേക്കുള്ള വഴി അതാ മനോ നമ്മുടെ ആക്സോണല്ലേ. അത് അങ്ങോട്ട് അവിടെ പോയിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ക്രോസ് ഉണ്ട്, ഇതേ ക്രോസ് ചെയ്ത് അവിടെ പോയിട്ട് വേണം പോകാൻ. നോക്കാം. മലേഷ്യയിലെ ഡേ 3 അങ്ങനെ പരിസമാപ്തിയാവുന്നു. രാവിലെ നമ്മൾ ആദ്യം പോയത് ബാക്കു കേവ്സിലാണ്. അവിടുന്ന് നമ്മൾ നേരെ പോയത് ജെന്നിങ് ഹൈലാൻഡിലേക്കാണ്. അത് അനുഭവമായിരുന്നു. അവിടെ തിരിച്ചു വന്നു. അതിനുശേഷം ഞങ്ങൾ ഒന്ന് എന്താ പറയുക നമ്മുടെ പാക്കേജ് കഴിഞ്ഞെങ്കിൽ പിന്നെയായിരുന്നു നമ്മുടെ മറ്റൊരു രസകരമായ അനുഭവം. ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ ബുക്ക് ചെയ്തതുപോലെ പോലെ നമ്മൾ KL ടവറിലേക്ക് എന്താ പറയുക യാത്രയായി. അത് അനുഭവമായിരുന്നു. KL ടവറിൽ കുറേ സമയം ചിലവഴിച്ചു. വൈകി എത്തി 9 മണിക്ക് രാത്രി 9 മണിക്ക് എത്തിയെങ്കിലും ഓടി പിടിച്ചെത്തിയെങ്കിലും 10 വരെ അവിടെ ഇരുന്നു കണ്ടു കേട്ടു. തിരിച്ച് നടന്ന് ഇതായിപ്പോൾ നമ്മുടെ ആക്സോൺ നമ്മുടെ താമസ സ്ഥലത്തിലേക്ക് എത്തി, ആക്സോണിലെത്തി. റിയലി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ യാത്രയിൽ മലേഷ്യ യാത്രയിൽ ഏറ്റവും ഇവൻഫുള്ളായ കളർഫുള്ളായ രസകരമായ ഒരു ദിനമായിരുന്നു. അതാ നമ്മുടെ ഇപ്പോൾ ഞങ്ങൾ കയറി നടന്ന് കണ്ടുവന്ന നമ്മുടെ KL ടവർ. ഇതാ നമുക്ക് അവിടെ കാണാം. ഇതാണ് KL ടവർ. ഇതാണ് നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ മുകളിൽ കയറി നടന്നു വന്ന KL ടവർ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് കാണുകയാണ്. ഇപ്പോൾ താമസ സ്ഥലത്തു നിന്ന് കാണുന്നു. ഓക്കെ, അവിടെ പവലിയൻ എന്ന് പറയുന്ന ബിൽഡിങ്. അതിൻ്റെ അപ്പുറത്ത് ഇന്നലെ കാണിച്ചതുപോലെ ഇതാ നിൽക്കുന്നത് നമ്മുടെ പെട്രോണാസ് ടവർ. അപ്പോൾ അങ്ങനെ എന്താ പറയുക ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്നായിരുന്നു എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഏതാണെങ്കിലും നല്ല ദിവസം. നാളെ ഉച്ച വരെ രാവിലെ 11:00 ഇവിടുന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യും. അതിനുശേഷം ചൈന മാർക്കറ്റൊക്കെ കാണാനുണ്ട്. നാളെ രാത്രി 10-10:15 നമ്മളിവിടുന്ന് വാഹനം നമ്മുടെ ഫ്ലൈറ്റ് കയറും.
അതേസമയം ഇവിടുന്ന് 3 മണിക്കൂർ യാത്രയുള്ളത്, അതേസമയം 3 മണിക്കൂർ മതി അവിടെ രാത്രി 11 മണിക്ക്, എറണാകുളത്തിന് 3 മണിക്ക് എത്തും. അങ്ങനെ നമ്മുടെ യാത്രയ്ക്ക് പരിസരപ്രാപ്തിയാക്കും. ഇതിൽ ഏറ്റവും മനോഹരമായ യൂണിഫോളായ ഡേ തന്നെയാണ് ഇന്ന്. ഒത്തിരി സന്തോഷം. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ സമയം ഏകദേശം 11:30 12 മണിക്കാണ് റൂമിൽ ചെക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ 4ാമത്തെ ദിവസമാണ്, നമ്മുടെ യാത്രയുടെ 4ാമത്തെ ദിവസമാണത്. ലാസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ ഒരു 12 മണിക്ക് ഇറങ്ങി ഇവിടെ ചൈന മാർക്കറ്റ് അങ്ങനെയുള്ള 1-2 ഡെസ്റ്റിനേഷനൊക്കെ കണ്ടും കേട്ടും വൈകിട്ട് 6 മണിയോടുകൂടി നമ്മൾ കുലാലംപൂർ എയർപോർട്ടിലെത്തും. ഇവിടുന്ന് ഒന്ന് ഫ്ലൈറ്റ് ഏകദേശം 10:30-ക്കാണെന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രി 11 മണിക്ക് നമ്മൾ നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ടിലെത്തും. ടൈമിൻ്റെ സോണിൻ്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട്. അപ്പം എന്താണെങ്കിലും നാളെ പുലർച്ചെ 6 തിരുവാമ്പഴത്താണ് കരുതുന്നു. എനിവേ നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു യാത്രയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്ത ഒരു യാത്ര തന്നെ. ശരിക്കും നമ്മൾ താമസത് ഈ ഹോട്ടലിലെ ഈ റൂമിലായിരുന്നു. റൂം അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂം തന്നെയാണ്, കംഫർട്ടബിളാണ്. താഴെ ഇന്നിപ്പോൾ അല്പം മൂടിക്കെട്ടിയ കാലാവസ്ഥയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത്ര ഒരു പ്ലസൻറ്റ് ക്ലൈമറ്റ് അല്ല എന്നുള്ളത്. പക്ഷെ അത് നമുക്ക് നല്ലതുമാണ്. അന്ന് കുറേ വെയിലത്ത് നടക്കുക, അധികം വെയിൽ കൊള്ളാതെ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുള്ളത് കൊണ്ട്. ഇനിയും നമുക്കിത് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് എന്തൊരു ചെറിയ പർച്ചേസിങ് ഒക്കെ ഉണ്ടാവും. നമുക്ക് വാങ്ങി കെട്ടി പെറുക്കി ഏതാണെങ്കിലും നമുക്ക് നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ് വന്നുകൊണ്ട് 7 കിലോയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള പരിമിതിയുണ്ട്. അതിനുള്ള എല്ലാം പാക്ക് ചെയ്ത് തിരിച്ചെത്ത ഫ്ലൈറ്റിൽ കയറണം. റിയലി എൻജോയ്. സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്ത് പറഞ്ഞത് നമ്മൾ പക്ഷേ ഒത്തിരി സ്ഥലങ്ങൾ കണ്ടു എന്നല്ല. എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് പ്ലേസ് വന്നാണല്ലോ നമ്മുടെ നാട്ടിലുള്ള തന്നെ നമുക്ക് ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക പേഴ്സണാലിറ്റീസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാരെ കാണാൻ കഴിയുന്നു, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൾച്ചർ നമുക്ക് അടുത്തറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും വാല്യൂ ആയിട്ട് കാണുന്നത്. അല്ലാതെ എന്താ കുറേ സ്ഥലങ്ങൾ കണ്ടു, സ്ഥലങ്ങളുണ്ടായിരുന്നു, സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായി. അതൊക്കെ നമ്മളല്ലാതെ നമ്മൾ യൂട്യൂബിലും വീഡിയോയിലും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടം പോലത്തെ ഭക്ഷണമൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതിനേക്കാൾ ഉപരി ഇഷ്ടമായത് കുറേ ജനതകളെ കാണാനും അടുത്തറിയുവാനും അവരുടെ ജീവിത വീക്ഷണങ്ങളും. ഇന്നലെ തന്നെ വൈകിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈവ് ചെയ്തപ്പോൾ ഒരു ക്യാബിൽ കയറിയപ്പോൾ ആ ഡ്രൈവറോട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ അവരുടെ അറിവുകൾ അല്ലെങ്കിൽ ഗൈഡുകൾ പറയുന്ന അവരുടെ ജീവിതാനുഭവം ഒക്കെ നമുക്ക് പുതിയ വെളിച്ചങ്ങളാണ്. അത് റിയലി എന്താ പറയുക ഒത്തിരി പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. 4 ദിവസം അല്ലേ നമ്മുടെ യാത്രയുടെ 4ാം ദിവസമാണിത്. മനോ എന്തു തോന്നുന്നു? അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? അനുഭവങ്ങൾ നമ്മള് കീപ്പിംഗ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് അറ്റ് ദ ബിഗിനിങ് നമ്മളിവിടെ ലാൻഡ് ചെയ്തപ്പം. കാരണം നമ്മളെ ഫസ്റ്റ് കൊണ്ടുവന്ന ആ ഒരു ഫ്രഷപ്പ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ തന്നെ അത്ര വി ഹവ് നോട്ട് ദാറ്റ് ഹാപ്പി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ 4 ദിവസത്തേക്കുള്ള സ്റ്റേക്ക് കൊണ്ടുവന്ന ഒരു അക്കോമഡേഷൻ ഉണ്ട്, ഒരു ഹോട്ടലുണ്ട്. അത് വി ആർ എക്സ്ട്രീംലി ഹാപ്പി. നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു, ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ആയിരുന്നു. അപ്പം എല്ലാം കൊണ്ടും നമ്മുടെ താമസം ശരിയായാൽ നമ്മുടെ ട്രിപ്പ് ശരിയാവും, കംപ്ലീറ്റ് ആവും എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു അക്കോമഡേഷൻ, ഈ ഒരു ഹോട്ടൽ സ്റ്റേ. നമ്മുടെ എവിടെ താമസിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടയേർഡായി തിരിച്ചു വന്നു കഴിയുമ്പം നമ്മൾ റിലാക്സ് ചെയ്യാനും നമ്മൾ റെസ്റ്റ് എടുക്കാനും നല്ല എന്താ പറയുക നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കുമ്പോൾ ഈ ഒരു അക്കോമഡേഷനും ഈ ഒരു സ്റ്റേയും ഹോട്ടലും റൂംസും എല്ലാം സൂപ്പർബായിരുന്നു. അങ്ങനെ വി ആർ ഫൈനലി ദ ലാസ്റ്റ് മൊമെന്റ് ഓഫ് അവർ മലേഷ്യൻ ട്രിപ്പ്. ഇറ്റ് വാസ് വൺ ഓഫ് അവർ ബെസ്റ്റ് എക്സ്പീരിയൻസസ്. വളരെ ഷോർട്ടായിരുന്നു, ഹെക്റ്റിക് ആയിരുന്നു. ബട്ട് മോർ ദാൻ സീയിങ് തിങ്സ് ഓർ മോർ ദാൻ going to different locations, the experience of traveling, the experience of meeting people, പല ആൾക്കാരെ കാണുക, അവരുടെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യുക, അവരുടെ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. വി ലേൺ ലോട്ട് ഓഫ് തിങ്സ്, വി അൺലേൺ ലോട്ട് ഓഫ് തിങ്സ്, വി ലേൺ ന്യൂ തിങ്സ്. അപ്പം ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ്. ആൻഡ് ഓഫ് കോഴ്സ് വിത്ത് സന്തോ ആൻഡ് ഫാമിലി, മൈ ചേട്ടൻ ആൻഡ് ഫാമിലി, അതാണ് ഏറ്റവും പ്ലഷർ. അല്ല എന്റെ വീഡിയോ പറഞ്ഞില്ലെങ്കിലേ ശരിയാവില്ലല്ലോ. Yes, that's the best part of the trip. Yeah, more than everything else, the company. That makes the trip more, enjoyable. Thank you.
4 ദിവസം താമസിച്ച ആക്സോൺ ഹോട്ടലിനോട് വിട പറഞ്ഞ് തിരികെ മടങ്ങുകയാണ്. ചെക്കൗട്ട് സോ സിമ്പിൾ, വളരെ അനായാസകരമായിരുന്നു. ചെക്കൗട്ടിൽ വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരൊന്നു നിന്ന് ഹൗസ് കീപ്പർ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്തു, തിരിച്ചറിഞ്ഞാണ്. നമ്മുടെ ടീമുകളെല്ലാവരും വന്നിട്ടുണ്ട്. മടക്കയാത്ര തുടങ്ങുന്നു. നേരെ ഇപ്പോൾ പോകുന്നത് ചൈന മാർക്കറ്റിലേക്കാണ്. അത്യാവശ്യം ചില പർച്ചേസിംഗ് ഒക്കെ വേണ്ട ചെയ്യാമല്ലോ, അതാണ് ലക്ഷ്യം. இந்த முன்னுக்கு இருக்க பில்டிங் தான் சென்ட்ரல் மார்க்கெட். இது ப்ளூ கலர் സെൻട്രൽ മാർക്കറ്റ്. இதான் சென்ட்ரல் மார்க்கெட். ഓക്കെ ஓகே, ஸோ நம்ம ப்ரோக்ராம் சென்ட்ரல் மார்க்கெட் சைனா டவுன் இருக்கு. ஸோ இந்த ரைட் சைடு இதான் சைனா டவுனு. ഓക്കെ, ഇത് ചൈന. இது சைனா டவுனு. ஸோ நம்ம மட்டும் தான் ட்ராப் செய்வோம். அப்புறம் வந்துட்டு நீங்கள் வந்துட்டு சென்ட்ரல் மார்க்கெட் போயிட்டு தென் சைனா டவுன் வரலாம். ഓക്കെ, ആദ്യം സെൻട്രൽ മാർക്കറ്റ് പോവുക. சென்ட்ரல் மார்க்கெட் யோவிஸ் சைனா போட்டு போதும் சென்ட்ரல் மார்க்கெட் போது உங்களுக்கு விஷயம். அதான் இங்கே இருக்கு நம்மளுக்கு வந்துட்டு ஒரு ஹிந்து முஸ்லீம் ரெஸ்டாரண்ட் இருக்குது. இது ഓക്കെ, ஆல்பை இது இந்து முஸ்லீம் ரெஸ்டாரண்ட். தென் ரைட் ஹேண்ட் சைடில் நம்மளுக்கு ஒரு ரெஸ்டாரண்ட் இருக்கு, சவுத் இந்தியன் ரெஸ்டாரண்ட். ഓക്കെ. அங்கே ட்ராப் பண்ண இடத்துல அங்கே முன்னுக்கு ஒரு ரெஸ்டாரண்ட் இருக்குது. அந்த ரெஸ்டாரண்ட் உங்களுக்கு காட்டுறேன் நான். അങ്ങനെ ഇന്നത്തെ ഒന്നാമത്തെ സ്ഥലമാണിത്. ലാസ്റ്റ് ഡേയിലെ ഫസ്റ്റ് സൈറ്റാണിത്. ചൈനീസ് ടെമ്പിളാണ്. ഉള്ളിലേക്ക് കയറാം. നമ്മുടെ രാജ് നമ്മളവിടെ ഇറക്കി വിട്ടു. അതിനുശേഷം അങ്ങോട്ട് പോവാം. നമ്മൾ വരുന്നുണ്ടോ? അപ്പോൾ എന്തൊക്കെ ക്ലോസ് ചെയ്ത് പോവാം. ഓക്കെ, ചൈനീസ് ടെമ്പിളിലേക്ക് കയറുകയാണ്. അവിടെ ഉള്ളിലെന്തൊക്കെ ചടങ്ങുകളോ പുകയൊക്കെ കാണുന്നുണ്ട്. കയറി നോക്കാം. യെസ്, കൊള്ളാലോ. നിറങ്ങൾ, നോക്കുന്ന നിറങ്ങൾ. ഇവിടെ എന്തൊക്കെ പ്രാർത്ഥന നടക്കുന്നുണ്ട് നോക്കൂ. ഇതൊരു വേറിട്ട അനുഭവമല്ലേ നമുക്ക്. ഇത് കൊള്ളാം അല്ലേ?